തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916. വാർത്തകൾ വിശദമായി. ക്ഷീരസഹകരണ മേഖലയിലെ പുതിയ നാഴികക്കല്ലായി മൂർക്കനാട് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഉദ്ഘാടനത്തിനൊരുങ്ങി. കേരള സർക്കാരിൻ്റെയും മിൽമയുടെയും അഭിമാന പദ്ധതി ഡിസംബർ 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 131.3 കോടി രൂപ ചെലവഴിച്ചാണ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതു സഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത്. 10 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ളതാണ് ആധുനിക സംവിധാനങ്ങളോടും സുരക്ഷയോടും കൂടിയുള്ള പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി. 1 ലക്ഷം ലിറ്റർ പാല് പ്രതിദിനം പൊടിയാക്കി മാറ്റാം. ലോകത്തിലെ തന്നെ പ്രമുഖരായ ടെട്രാപാക്ക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 131.3 കോടിയിൽ 15 കോടി സംസ്ഥാന ക്ഷീര വികസന വകുപ്പിന്റെ വിഹിതവും 32.72 കോടി രൂപ നബാർഡ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു. ബാക്കി തുക മിൽമ മലബാർ മേഖല യൂണിയന്റെ വിഹിതമാണ്. കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി. കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കുവാനും അവ പാൽപ്പൊടിയായും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറ്റുന്നതിനുള്ള സംവിധാനം പാൽപ്പൊടി ഫാക്ടറിയിലൂടെ ഒരുങ്ങുകയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉണ്ടായേക്കാവുന്ന പാൽ സംഭരണത്തിലെ വ്യത്യാസത്തെ ഒരു പരിധിവരെ സന്തുലിതപ്പെടുത്തുവാനും ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സാധിക്കും. ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ മിൽമ പാൽപ്പൊടിയും വിപണിയിൽ ഇറക്കും. ഒപ്പം പാലിൽ നിന്ന് കൂടുതൽ കാലം കേടുകൂടാതിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പൊതുവിപണിയിൽ കോർപ്പറേറ്റ് കമ്പനികളോട് പോലും മത്സരിക്കാൻ ഉതകുന്ന രീതിയിൽ ഉയർന്ന പോഷക ഘടകങ്ങളടങ്ങിയ ഉൽപ്പന്നങ്ങളും നൂതനമായ ഇതര പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കാനാകും. 25 കിലോ, 10 കിലോ, 1 കിലോ, 500 ഗ്രാം, 200 ഗ്രാം, 50 ഗ്രാം, 20 ഗ്രാം എന്നിങ്ങനെ വിവിധ അളവുകളിൽ പാക്ക് ചെയ്ത് മിൽമ ഡയറി വൈറ്റ്നർ വൈകാതെ വിപണിയിൽ ലഭ്യമാകും. മിൽക്ക് പൗഡർ പ്രോസസ്സിംഗ് അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉയർന്ന ഗുണനിലവാരം ഉറപ്പാക്കി വിവിധ ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. സ്കാഡ സിസ്റ്റം പാൽപ്പൊടി ഉൽപ്പാദന പ്രക്രിയ മുഴുവൻ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പാൽ പ്ലാന്റിലേക്ക് എത്തുമ്പോൾ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കി മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പാൽ മാത്രം സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ സംഭരിക്കപ്പെടുന്ന പാല് വലിയ ഇൻസുലേറ്റഡ് ടാങ്കുകളിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം പ്രോസസ്സിങ്ങിനായി എടുക്കുന്നു. പാൽ പ്രോസസ്സിങ്ങിലെ ഒരു പ്രധാന ഘട്ടമാണ് എവാപോറേഷൻ. നീരാവിയുടെ ഉപയോഗത്താൽ പാലിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുവാനുള്ള പ്രക്രിയയാണിത്. ഈ ഘട്ടത്തിൽ പാലിലെ വെള്ളം നീക്കം ചെയ്ത് കണ്ടൻസ്ഡ് മിൽക്ക് ലഭിക്കും. പാൽ പ്രോസസ്സിങ്ങിൽ മറ്റൊരു പ്രധാന ഘട്ടമാണ് സ്പ്രേ ഡ്രൈയിങ്. ഈ ഘട്ടത്തിൽ പാല് ചെറിയ തുള്ളികളായി സ്പ്രേ ചെയ്യപ്പെടുന്നു. പിന്നീട് പാലിൻ്റെ കണികകൾ 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള വായുവിൽ പ്രവേശിച്ച് എളുപ്പത്തിൽ പൊടിയാകുന്നു. ഉൽപ്പന്നത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കലാണ് അടുത്ത ഘട്ടം. അതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോഹകണങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നീട് പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തുകയും നൂതന പാക്കിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് പാക്കിംഗ് നടത്തുകയും ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പാല് മിച്ചം വരുമ്പോൾ പൊടിയാക്കി മാറ്റുന്നതിന് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇതിലൂടെ ഒഴിവാകുന്നു എന്നത് മിൽമയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കോവിഡ് കാലഘട്ടത്തിൽ മിൽമ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഉയർന്ന അളവിൽ സംഭരിച്ച പാലിൻ്റെ കൈകാര്യം ചെയ്യൽ. കേരളത്തിൽ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഇല്ലാത്തതിനാൽ അയൽ സംസ്ഥാനത്തെ ഫാക്ടറികളെ ആശ്രയിക്കേണ്ടി വന്നു. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ രാജ്യത്തൊട്ടാകെ വൻതോതിൽ പാല് മിച്ചം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പാൽപ്പൊടിയാക്കി മാറ്റാൻ ഫാക്ടറികൾ ഡിമാൻഡുകളും ഏറിയിരുന്നു. ഭരണതലത്തിലെ ഇടപെടലുകളിലൂടെയൊക്കെയാണ് മിൽമ അന്ന് മിച്ചം വന്ന പാല് പൊടിയാക്കി മാറ്റിയത്. മിൽമ പാൽപ്പൊടി ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലിനും വിപണി കണ്ടെത്താനാകും എന്നതിനോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം സർക്കാരിന് ലഭിക്കും. ഒപ്പം പ്രത്യക്ഷമായും പരോക്ഷമായും 100-ൽ പരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടും. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.